ഈ സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? എനിക്ക് ഓർമ്മ ഏതാണെന്നറിയോ കേട്ടാ, ഞങ്ങൾ ടാൻസാനിയ ആഫ്രിക്കയിൽ പ്രോഗ്രാംസ് നടക്കുന്നത് വളരെ കുറവാണ്. കുറച്ച് മലയാളി കമ്മ്യൂണിറ്റി ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ ടാൻസാനിയയിൽ പോയത് ആകെ ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഷാജോൺ ചേട്ടൻ, ഹരിശ്രീ യൂസഫ്, പ്രജോദേട്ടൻ, ഞാൻ. പാട്ടും ഡാൻസും സ്കിറ്റും എല്ലാം ഞങ്ങള് ഗ്യാപ്പൊന്നുമില്ലാതെ. ഞാനും ഷാജോൺ ചേട്ടനും ഡാൻസ് കളിക്കുമ്പോൾ പ്രജോദേട്ടൻ അത് കഴിഞ്ഞ് പാട്ട് പാടും. യൂസഫ്ക്ക് എന്തെങ്കിലും ഒരു മിമിക്രി കാണിക്കും. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അടുത്ത ഡാൻസിന് റെഡി ആയിട്ട് വരും, പിന്നെ അടുത്ത സ്കിറ്റ് റെഡി ആയിട്ട് വരും. അങ്ങനെയെന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ കേട്ടോ 2.5 മണിക്കൂർ 4 പേര്. അത് അതിലുപരി തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഷാജോൺ ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ രാവിലെ എഴുന്നിട്ട് ഈ കുളമില്ലാത്തതുകൊണ്ട് ബാത്തപ്പിൽ പുള്ളി ഭയങ്കര സ്വാദമൊക്കെ ചെയ്യുന്നു. ഷാജോൺ സാരി ഭയങ്കര തണുത്തിട്ട് ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് പ്രശ്നം? അല്ലെ ഇത് പാട്ട് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും. ശരിയാണ്, നമ്മള് അവന്റെ നിഗമനം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഷാജോൺ ഞങ്ങളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് ആദ്യ ഗാനം പ്രവാസികൾ എന്ന് പറയുമ്പോൾ കേരളക്കരയിൽ നിന്ന് വിട്ടെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് ആദ്യ ഗാനം പാടുന്നു നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ. പുള്ളി തന്നെ പറഞ്ഞിട്ട് ഷാജോൺ തന്നെ തുടങ്ങുക, നാളികേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പാട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പുള്ളി പാടുക. അപ്പൊ യൂസഫ് ഇങ്ങനെ നോക്കിയിട്ട് എടാ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. അത് കഴിഞ്ഞ് അടുത്തതായി നിങ്ങൾക്ക് ഒരു അടിപൊളി പാട്ട് പാടുന്നത് മറ്റാരുമല്ല കലാഭവൻ ഷാജോൺ. അടുത്തൊരു 3 പാട്ട് ഷാജോൺ തന്നെ നിന്ന് പാടുകയാണ്. പിന്നെ സുബിയുടെ ഡാൻസ്, പിന്നെ ഞങ്ങളുടെ കോമഡി, പിന്നെ ഞങ്ങളുടെ നാടൻ പാട്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. എന്തായാലും റിസ്കി ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് റിസ്ക് കുറവായി, കാണുന്നവർക്കാണ് റിസ്ക്. പക്ഷെ വലിയ റിസ്ക് ഉണ്ടായില്ല, നന്നായി മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളെ ഒരാഴ്ചയോളം ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ടത്. അതായത് നന്നായിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ പറയല്ലേ. ഞങ്ങളെ സഫാരിക്കൊക്കെ കൊണ്ടുപോയി. ഷാജോൺ ചേട്ടൻ പാട്ടുപാടിയ കഥ പറഞ്ഞല്ലോ. പ്രചോദേട്ടൻ ഒരു പാട്ടുകാരനാണോ? ആണ്, പിന്നെ നല്ല പാട്ടുകാരനാ. സുബി ചേച്ചി ഒരു പാട്ടുകാരിയാണോ? ഒരിക്കലും അല്ല. സുബി നല്ലോണം പാടും. ഈ പറയുന്ന പോലെ സുബി ഇതുവരെ ചാനലിൽ ഒന്നും പാടിയിട്ടില്ല. സുബിക്ക് ആഗ്രഹമുണ്ട് പാടണം, പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. ചേട്ടാ നമ്മൾ ഇന്ന് ഈ പറയുന്ന റെഡ് കാർപ്പറ്റിൽ ഇന്ന് സുബിയുടെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്റെ റേഞ്ചിന് പറ്റിയ പാട്ടാ പാടുന്നത്. പച്ചക്കളർ ക്ലച്ചോഡബിൾ ഡോറോ ഫ്രണ്ടിലാഹ MRF ട്യൂബും ടയറും AC VCRും. പച്ചക്കളർ ക്ലച്ചോഡബിൾ ഡോറോ ഫ്രണ്ടിലാഹ MRF ടയറും ട്യൂബും AC VCRും. ഇത് വീട് രാജപ്പൻ സാറിന്റെ ഒരു കാസറ്റിലെ പാട്ടാ. പക്ഷെ കൊള്ളാം, നമ്മൾ പറഞ്ഞപ്പോ തന്നെ അടിപൊളി ഒരു പാട്ട്. ആ പാട്ട് കേട്ടപ്പോ പേര് പോലും മാറിപ്പോയി. സുബി ഷുബി, വേറൊന്നും പറയാതിരുന്നാ മതിയാ. പ്രചോദേട്ടൻ ഈ എന്താ പറയാ സിനിമ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ക്രിക്കറ്റ് താരം കൂടിയാണല്ലേ. CCLലൊക്കെ വൻ പ്ലെയർ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. സോ എങ്ങനെയാണ് ക്രിക്കറ്റ് കളി കുഞ്ഞിലെ മുതൽ ചെയ്യുന്നതാണോ, അതായത് സ്കൂൾ കോളേജിലൊക്കെ? അല്ല, നമ്മള് സാധാരണ നാട്ടിൻപുറത്തുള്ള കളികളും പരിപാടികളും പിന്നെ കോളേജിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമുക്കൊരു ആഗ്രഹമായിരുന്നു ഈ CCL എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് പങ്കെടുക്കണം അല്ലെങ്കിൽ. പക്ഷെ എന്തായാലും ദൈവാനം കൊണ്ട് അതിന്റെ സെലക്ഷനും പരിപാടികളൊക്കെ കിട്ടി. അതിനുശേഷം ലാലേട്ടൻ ക്യാപ്റ്റനാകുന്ന ടീമിൽ ഒരു അംഗമാകാൻ സാധിച്ചു. 16 അംഗ ടീമായിരുന്നു. നമ്മളെല്ലാവരും ആഘോഷിച്ചായിരുന്നു, കാരണം അങ്ങനെ സെലിബ്രിറ്റീസിന്റെ ഒരു ക്രിക്കറ്റ് ടീമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അനുഭവമായിരുന്നല്ലോ. അതെ. അല്ല, നമുക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ സച്ചിനൊക്കെ കളിച്ച ബോംബെ സ്റ്റേഡിയത്തിൽ വല്ല ചെന്നൈയിലൊക്കെ നിന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ദൈവമേ, ഇത് സച്ചിനൊക്കെ കളിച്ച പോയ പിച്ചാണല്ലോ. പിന്നെ ഇവരുടെ ഗ്രീൻ റൂമിൽ നമ്മൾ ചെല്ലുക, അവിടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ കർണാടകയായിട്ടുള്ള ടീം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, സുദീപ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. സുനിൽ ഷെട്ടി, അവരെയൊക്കെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. സുബി ചേച്ചി സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബാസ്കറ്റ്ബോൾ, വോളിബോൾ? സ്കൂൾ ലെവലിലെല്ലാം സ്പോർട്സ് ഇതായിരുന്നു. NCC ഉണ്ടായിരുന്നു. സ്പോർട്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCC RD അറ്റൻഡ് ചെയ്യാനായിട്ട്, റിപ്പബ്ലിക് ഡേ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓൾ കേരള ക്യാപ്റ്റനായിട്ട് ഡൽഹി പോയപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു. ക്രോസ് കൺട്രി. പിന്നെ ജാവലിൻ ത്രോ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. ജാവലിൻ ത്രോ ഉണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സിലും കുറച്ച് സകലകല വല്ലഭിയാണ്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് സുബി ചേച്ചി? അതായത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ആർമിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു താല്പര്യം. ഒട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് 2 ദിശയിലേക്ക് പോയത്. ആർമി വേറെ, ഇത് വേറെ. എവിടെയോ കിടക്കുന്നത്. അത് ആർമി വേറെ, അത് മിലിറ്ററി സെക്ഷൻ വേറെ, മിമിക്രി സെക്ഷൻ വേറെ. വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ എങ്ങനെ ഇതിലേക്ക് ആരെ കൊണ്ടിട്ടു? ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഡാൻസ് പഠിച്ചു. സ്കൂളിൽ തന്നെ അരങ്ങേറും ഒക്കെ ചെയ്തത്. അരങ്ങേറും വെച്ചാൽ ഇതിനും അരങ്ങേറ്റം ഉണ്ടല്ലോ, നമ്മളിത് പഠിക്കുമ്പോൾ അരങ്ങേറുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഡാൻസ് ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ 1-2 ഷോ ചെയ്തതെല്ലാം സിനിമാക്കാരുടെ ഒപ്പമായിരുന്നു ചെയ്തത്. ടിനി, സാജു കുടിയൻ അങ്ങനെയുള്ളവരുടെ ഒപ്പം. അപ്പം അങ്ങനെ ടിനിയാണ് സിനിമാലയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അമ്മ കുഴിച്ചാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുഴിച്ചാടും. അതുപോലെ അമ്മ പറഞ്ഞാൽ എല്ലാം കേൾക്കും. അമ്മോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യത്തുള്ളൂ. എല്ലാം കേൾക്കും, പക്ഷെ കണ്ടറിയില്ല കേട്ടോ. അതാ ആരും വിശ്വസിക്കത്തില്ല. അത് പറഞ്ഞില്ല. ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും അമ്മോട് ചോദിക്കാതെ എടുത്തില്ല. എന്നെ കണ്ട എല്ലാരും പറയും ഞാൻ ഭയങ്കര അമ്മ പറഞ്ഞ് അനുസരിക്കുന്നത്, പക്ഷെ ഒന്നും അനുസരിക്കില്ല. വളരെ അഭിമാനത്തോടുകൂടി. ചേച്ചി കണ്ട നേരെ തിരിച്ചു പറയുള്ളൂ. ഞാൻ പക്ഷെ ഏത് രാജ്യത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ചെന്നിറങ്ങണതിന് മുമ്പ് തന്നെ പറയും, ഞാൻ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻസ് തരുന്നതിന് മുമ്പ് എനിക്കൊരു സിം വന്നേക്കണം, സിം വന്നേക്കണം എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് അഭിപ്രായങ്ങള്, ഡ്രസ് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, ഇന്നടത്ത് പോകുന്നു, എന്ത് ഡ്രസ്സ് ഇടണം എന്ന് ചോദിക്കുന്നത് വരെ അമ്മോടാ. ഓക്കെ, അപ്പൊ ആ അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു കൈ. അംബിക 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 അമ്മയ്ക്ക് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ ഒരു കൈയടി.